തൊഴിലാളികളെ കിട്ടാതെ 2 വർഷം തരിച്ചുകിടന്ന വയലിൽ കൃഷിയിറക്കാൻ തറവാട്ടംഗങ്ങളുടെ കൂട്ടായ്മ. പൊയിനാച്ചി പടിഞ്ഞാറേക്കര കമ്മട്ട തറവാട്ടിലെ സ്ത്രീകളടക്കമുള്ള 26 പേരാണ് വയലിനെ പച്ചപ്പണിയിക്കാൻ ഒത്തുചേർന്നത്. 60 സെന്റ് വയലിൽ ഇവരുടെ കൂട്ടായ്മയിൽ നെൽച്ചെടികൾ നിറഞ്ഞു. കൃഷിയിറക്കാനും തുടർ ജോലികൾക്കും കർഷക തൊഴിലാളികളെ കിട്ടാത്തതായിരുന്നു ഇവിടത്തെ പ്രശ്നം. 2.16 ഏക്കർ ഭൂമിയുള്ള തറവാട്ടിലെ അംഗങ്ങളിൽ ഭൂരിഭാഗവും സർക്കാർ മേഖലയിലടക്കം വിവിധ ജോലികൾ തേടിപ്പോയതോടെ കർഷക ജോലിക്ക് ആളില്ലാതായി. കർഷക തൊഴിലാളികളെ രംഗത്തിറക്കി കൃഷി തുടരാൻ ശ്രമിച്ചെങ്കിലും ഗുണമുണ്ടായില്ല. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച തറവാട്ടിലെ മുതിർന്ന അംഗങ്ങളുടെ ആശയമാണ് ഇപ്പോഴത്തെ കൂട്ടായ്മയും കൃഷിയിറക്കലും. തറവാട് പ്രസിഡന്റ് കാഞ്ഞങ്ങാട് കല്യാൺ റോഡിലെ കെ കൃഷ്ണൻ നായർ, സെക്രട്ടറി ചെർക്കള കുണ്ടടുക്കത്തെ കെ കൃഷ്ണൻ നായർ, റിട്ടയർഡ് സുബേദാർ ഉദുമ ഉദയമംഗലത്തെ നാരായണ നായർ, റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ ചാത്തുക്കുട്ടി നായർ, റിട്ടയർഡ് അധ്യാപകൻ കെ ശ്രീധരൻ തുടങ്ങിയവർ ഞായറാഴ്ച ഞാറുനടാൻ കമ്മട്ട തറവാട്ട് വയലിൽ ഇറങ്ങി. ഈ കൃഷിഭൂമി ഇനിയൊരിക്കലും തരിച്ചിടാൻ അനുവദിക്കില്ലെന്നും തങ്ങളുടെ മക്കളടക്കമുള്ള പിന്മുറക്കാരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാൻ ഈ കൂട്ടായ്മ പ്രചോദനമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൂട്ടായ്മയുടെ ലക്ഷ്യം ഇവിടെ കൃഷിക്കൊന്നും ഇപ്പോൾ ആൾക്കാരെ ആരും കിട്ടുന്നില്ല. അതുകൊണ്ട് കൃഷി എടുക്കാതെ ഞങ്ങൾ തറവാട്ടിൻ്റെ കുറേ സ്ഥലങ്ങൾ വെറുതെ കിടക്കാന്ന് വയലുകൾ. അത് പിന്നെ ഞങ്ങളുടെ തറവാട്ടുകാരുടെ എല്ലാവരുടെയും കൂട്ടായ്മയോട് കൂടിയിട്ടും ഇത് ചെയ്യാൻ തീരുമാനിച്ചു. അതിനെ കൊണ്ടുള്ള വേറൊരു ലക്ഷ്യം ഈ കൃഷിനെ പറ്റിയിട്ട് തറവാട്ടംഗങ്ങൾക്കെല്ലാം നല്ലൊരു മതിപ്പുണ്ടാക്കിക്കാനും അവർ ഇതേമാതിരി തന്നെ ചെയ്യാനും ഒരു ഉത്ബോധിപ്പിക്കുക എന്നുള്ളതാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൂട്ടായ്മയോട് കൂടി ചെയ്യാണ്. തറവാട്ടംഗങ്ങളും അവരുടെ മക്കളും മാത്രമാണ്, മക്കളും ഭാര്യമാരൊക്കെയാണ് ഇതിൽ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരു തുടക്കം ആണ് ഞങ്ങൾ ഇക്കൊല്ലം തുടങ്ങിയത്. ഇനി തുടർന്ന് ഞങ്ങൾ ഇതേപോലെ തന്നെ ഞങ്ങളുടെ തരിസായ എല്ലാ കൃഷിസ്ഥലങ്ങളും ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ട് നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ